ഗൈസ്, എല്ലാവർക്കും നമ്മുടെ എവരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എവരി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജാവ ബേഡ്സിനെ പറ്റിയാണ്. ജാവ ബേഡ്സിൻ്റെ ബ്രീഡിങ്, അവരെ കെയറിങ്, അവർക്ക് എന്തൊക്കെ ഫുഡുകൾ കൊടുക്കണമെന്നെ പറ്റിയൊരു വീഡിയോ ആണ് നമ്മുടെ വീഡിയോ. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നത്, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് ലൈക്ക് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഗേജാവനെ പറ്റിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഗേജാവൻ്റെ കുഞ്ഞാണ്. അപ്പോൾ സെൽഫി തീറ്റ എടുക്കാനാവുന്നുള്ളൂ. പേരൻസ് ഇപ്പോഴും ഫീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് കയ്യിലെടുത്തിട്ടുള്ളൂ. ഇവരുടെ ജന്മദേശം വരുന്നത് ബാലി, അതുപോലെ ഇന്തോനേഷ്യയിലൊക്കെയാണ് ഇവരെ കണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ ഡിമാൻഡുള്ള ഒരു ബേർഡാണ് ഈ ജാവ. 1500 റുപ്യൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ഗ്രേജാവക്ക് മാർക്കറ്റുണ്ട്. ഈ ഗ്രേജാവയിൽ നിന്നാണ് മറ്റ് മ്യൂട്ടേഷനുകൾ സംഭവിച്ചത്. ഈ ഫോൺ കളർ, അതുപോലെ ആൽബിനോ, റെഡ് ഐ ഒക്കെ ഈ ഗ്രേജാവിൽ നിന്നാണ് മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ ബ്ലാക്ക് ഐ എന്ന് പറയുന്ന ഒരു ജാവയെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഇന്ന് നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ബ്രീഡിങ് ചുരുക്കം ആൾക്കാരെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവർ ഫാസ്റ്റ് ബ്രീഡിംഗ് ആണ്. പെട്ടെന്ന് ഇവർ ബ്രീഡായി തുടങ്ങും. എന്നാൽ ഇവരെ തുടർച്ചുള്ള ബ്രീഡിങ് ഇവർക്ക് നല്ലതല്ല. പെട്ടെന്ന് എഗ് ബൈൻഡിങ് വരാൻ സാധ്യതയുള്ള ഒരു ബേഡാണ് ഈ ജാവ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബ്രീഡിങ് കഴിഞ്ഞാൽ അവരുടെ നെസ്റ്റ് ബോട്ടാണെങ്കിലോ അല്ലെങ്കിൽ മൺകുടങ്ങളാണെങ്കിലും നമ്മളത് ഊരി ഇവരെ ഒരു മാസമെങ്കിലും നമ്മൾ ഇവരെ റെസ്റ്റിന് കൊടുക്കും. അന്ന് ഇവർക്ക് നമ്മൾ നല്ല നല്ല ഫുഡുകൾ കൊടുക്കുക. ഇപ്പോൾ എഗ് ഫുഡ് ഇവർ നല്ല ധാരാളം കഴിക്കും. അതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ടൊക്കെ ഇവർ ചെറിയ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇവരെ ഫുഡിൽ വെച്ച് കൊടുത്താൽ ഇവർ നല്ലതാണ് കഴിച്ച് ഇവരെ ആരോഗ്യം നല്ല മെച്ചപ്പെടുത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യാവൂ, ഇവരടുത്ത ബ്രീഡിങ്ങിന് വിടാവൂ. ഈ തുടർന്നുള്ള ഈ ബ്രീഡിങ് ഇവർക്ക് നല്ലതല്ല. പെട്ടെന്ന് എഗ് ബൈൻഡിങ്, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ധാന്യങ്ങൾ, ഒന്ന് നെല്ല്, അതുപോലെ തിന, പിന്നെ സീഡി മിക്സ് കൊടുക്കാം. അതുപോലെ മുത്താറി, റാഗി, എല്ലാ ധാന്യങ്ങളും ഇവർ കഴിക്കും. അതുപോലെ കൂടുതലും ഒരു നെല്ല് കൊടുക്കുന്ന ഒരു ബേഡാണ് ഈ ജാവ. സ്ഥിരമായി നെല്ല് കൊടുക്കുന്നൊരു ബേഡാണെങ്കിൽ പെട്ടെന്ന് ബ്രീഡാകാനുള്ള ചാൻസ് ഉണ്ട്. ഇവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് മൺകുടങ്ങളോ അല്ലെങ്കിൽ വുഡൻ ബോക്സുകളോ വെച്ച് കൊടുക്കാം. അവർക്ക് നെസ്റ്റ് മെറ്റീരിയലായിട്ട് ഗിരിച്ചോറ്, അതുപോലെ ഉണങ്ങിയ വൈക്കോല്, അതുപോലെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ ഇവർ മനോഹരമായി കൂട് നിർമ്മിച്ച് ഇവർ എഗ് ചെയ്യും. 5 മുതൽ 6 വരെ എഗ് ചെയ്യും. ഒരു 16-17 ദിവസങ്ങളൊക്കെ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യും, മുട്ട വിരിയിപ്പിച്ച് തുടങ്ങും. ഏകദേശമാണ് കേട്ടോ പറഞ്ഞത്. 14-15 ദിവസങ്ങൾക്കും വിരിഞ്ഞു തുടങ്ങാറുണ്ട്. അതുപോലെ ഇവരെ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇവരെ കൊക്ക് നോക്കിയിട്ടാണ്. ഇതിപ്പോൾ മക്കളായതുകൊണ്ടാണ് ഇവരെ കൊക്ക് ബ്ലാക്ക് ആയിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി കഴിഞ്ഞാൽ, ഒരു അഡൽട്ട് ആയി കഴിഞ്ഞാൽ റെഡ് കളർ വരും. ഡാർക്ക് റെഡ് വരുന്നത് ആണും ലൈറ്റ് കളറിൽ വരുന്നത് പെണ്ണും അറിയാം. അതുപോലെ ഇവരെ കണ്ണും അതുപോലെ റെഡ് കളർ വരുന്നത്, ഡാർക്ക് റെഡ് വരുന്നത് ആണും ലൈറ്റ് കളർ വരുന്നത് പെണ്ണുമാണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മെയിലും ഫീമെയിലും. മികച്ച നല്ലവണ്ണം നമ്മൾ പരിപാലിച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്നൊരു ബേഡാണ് ഈ ജാവ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ജാവേനെ പറ്റിയുള്ള വീഡിയോ. അപ്പോൾ എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. വേറൊരു ബേഡ്സിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുമായി നമ്മൾ വീണ്ടും വരാം. അതപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ആക്കി കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.